നമസ്കാരം. കേരളം മുഴുവൻ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു മഹാകുംഭമേളയ്ക്ക് സാക്ഷ്യം തുടങ്ങാനിരിക്കെ അതിനെ അലങ്കോലപ്പെടുത്താൻ പിണറായി വിജയനും CPM-ഉം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ഹിന്ദുക്കൾ ഒരു തരത്തിലുമുള്ള പരിപാടികൾ കേരളത്തിൽ നടത്തരുതെന്ന് അതിനെയൊക്കെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന കുറെ ജിഹാദികളും കുറെ സുഡാപ്പികളും ഉണ്ട്. അവരുടെ ഒറ്റ സന്ദേശത്തോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രാവിലെയോടുകൂടി തന്നെ മലപ്പുറം തിരുനാവായയിലേക്ക് നേരെ റവന്യൂ വകുപ്പിനെയും പോലീസിന്റെ ഒരു വലിയ അകമ്പടിയെ തന്നെ അങ്ങോട്ടേക്ക് അയച്ചു. നിങ്ങൾ ഒരു കാരണവശാലും ഈ മഹാകുംഭമേള മലപ്പുറത്ത് നടത്തരുത് എന്ന ഒരു നിർദ്ദേശവും നൽകി. അവസാന നിമിഷമാണ് അതിനെ തകർക്കാൻ വേണ്ടി പറഞ്ഞത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. മലപ്പുറത്ത് ഒരു വലിയ ഒരു കുംഭമേള ഹിന്ദുക്കളുടെ സാന്നിധ്യത്തിൽ അവിടെ നടന്നു കഴിഞ്ഞാൽ മുസ്ലിമുകൾക്ക് ഹാളിളകും. അതോടുകൂടി ഇടതുപക്ഷത്തിന് കിട്ടേണ്ട CPM-ന് കിട്ടേണ്ട വോട്ടുകളെല്ലാം തന്നെ ഒരു വലിയൊരു തകർച്ച ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ജിഹാദികൾ എന്ത് പറയുന്നു, SDPI എന്ത് പറയുന്നു, ജമാഅത്ത് ഇസ്ലാം എന്ത് പറയുന്നു, അതെല്ലാം അക്ഷരം പ്രതി പിണറായി വിജയൻ ഇപ്പോൾ അനുസരിച്ചിരിക്കുന്നു, പാർട്ടി അനുസരിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. നമുക്കറിയാം, മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ തിരുനാവായ എന്ന സ്ഥലം ഏറ്റവും വലിയ ചരിത്ര പ്രസിദ്ധമുള്ള ഒരു സ്ഥലം തന്നെയാണ്. അവിടെയാണ് ഈ അഖാഡിമാരെല്ലാവരും കൂടെ ഒരു മഹാകുംഭമേള നടത്താൻ വേണ്ടി ഹിന്ദുക്കൾ എല്ലാവരും കൂടെ, അതായത് സനാതന ധർമ്മം ഊട്ടി ഉറപ്പിക്കാനായിട്ട് ഒരു കുംഭമേള നടത്താനായിട്ട് തീരുമാനിച്ചത്. അതിനെ തകർക്കാനാണ് ജിഹാദികളും SDPI-യും ശ്രമിച്ചത്. അവർ പറയാതെ പറയുന്നത്, മലപ്പുറത്ത് കുംഭമേള നടന്നു കഴിഞ്ഞാൽ ഒരു വർഗീയ കലാപത്തിന് കേരളം സാക്ഷ്യം വഹിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പുറത്തു വരുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും വ്യക്തമാക്കുന്നത്. ആ ഇന്റലിജൻസ് റിപ്പോർട്ട് ഒറിജിനൽ ആണോ എന്നറിയില്ല. അങ്ങനത്തെ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട് എന്നാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെ പറയുന്നത്. കാരണം ജിഹാദികൾ എന്ന് പറയുന്നത്, കാരണം ഇടതുപക്ഷത്തിന് ജയിക്കണമെങ്കിൽ SDPI-യുടെയും അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിന്റെയും വോട്ടുകൾ വേണം. ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടന അവർ നല്ലൊരു സംഘടന എന്നാണ് ഉള്ളവർ പറയുന്നതെങ്കിലും യഥാർത്ഥ മുസ്ലിമുകൾ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്നത് വർഗീയ സംഘടനയാണ്. അവർ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ഇതിനെ കരുതിക്കൂട്ടി തകർക്കുക എന്ന ലക്ഷ്യം, ഈ മഹാകുംഭമേളയെ തകർക്കുക എന്ന ലക്ഷ്യമാണ് മുസ്ലിം സംഘടനകൾക്കുള്ളത്. അങ്ങനത്തെ ഒരു നീക്കമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഈ CPM എന്ന് പറയുന്നത് വലിയ ഒരു ഹിന്ദു സംഘടന അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ഉള്ള ഒരു സംഘടന എന്നൊക്കെയാണ് അവർ ആദ്യമേ പറഞ്ഞിരുന്നതുമെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല. ഏതൊക്കെ രീതിയിൽ ഹിന്ദുക്കളെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഉത്തർപ്രദേശിൽ നടന്ന മഹാകുംഭമേള, ഈ കുംഭമേളയെ തകർക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നടക്കം ഈ DYFI പ്രവർത്തകർ അടക്കമുള്ളവർ വാഹനവും പിടിച്ച് ഉത്തർപ്രദേശിൽ ചെന്ന് അവിടെ കാണിച്ചു കൂട്ടിയ കോപ്പാർത്തരങ്ങൾ, അവിടെ കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങൾ, അവിടെ കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മകളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അവസാനം യോഗി പോലീസിന്റെ റാപ്പിഡ് ടീമുകളും അതോടൊപ്പം തന്നെ അവിടുത്തെ CRPF-ഉം സൈന്യവും ഉൾപ്പെടെയുള്ളവരാണ് അവന്മാരെ അടിച്ചോട്ടിച്ച് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതും അവന്മാർക്കെതിരെ കേസും എടുത്തതും. വലിയ രീതിയിൽ പറ്റാവുന്നത് അത്രേ. അതായത് കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ആനിമേറ്റഡ് വീഡിയോസും പല ഏതൊക്കെയോ രാജ്യത്ത് സംഭവിച്ച ചില വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഇത് ഉത്തർപ്രദേശിലാണ് സംഭവിച്ചത് എന്നടക്കമുള്ള വീഡിയോസൊക്കെ കേരളത്തിൽ നിന്നുകൊണ്ട് ചെയ്ത കുറെ മഹതികളും കുറെ മഹാന്മാരുമുണ്ട്. അതേ രീതിയിൽ കേരളത്തിൽ നടക്കുന്ന മഹാകുംഭമേളയെ തകർത്ത് തരിപ്പണമാക്കാൻ, ഹിന്ദുക്കളെ നശിപ്പിക്കാനുമായിട്ട് ഈ CPM-ഉം അതോടൊപ്പം തന്നെ ജിഹാദികളും ഇസ്ലാമിസ്റ്റുകളും ഇവിടെ തയ്യാറെടുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ കേരളം മുഴുവൻ, മലയാളികൾ മുഴുവൻ ആവേശത്തോടെ കാത്തിരിക്കുന്ന മഹാമാഘ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പോലീസ് തടഞ്ഞതിൽ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം വിശദമാക്കാതെ റവന്യൂ ഉദ്യോഗസ്ഥർ വന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടാണ് പോയിരിക്കുന്നത്. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. സർക്കാരിന്റെ ദ്രോഹം ഉണ്ടായിരിക്കുന്നത്. കളക്ടർ, ദേവസ്വം മന്ത്രി VN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ എന്നിവർ പരിപാടിയുടെ രക്ഷാധികാരികളായിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരുക്കങ്ങൾ തടഞ്ഞുകൊണ്ടൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് മഹാമാഘ മഹോത്സവം നടക്കാൻ പോകുന്നത്. കേരളത്തിലെ കുംഭമേള എന്നറിയപ്പെടുന്ന ഉത്സവത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾക്ക് നേരത്തെ തന്നെ അനുമതി ചോദിച്ച് അപേക്ഷയെല്ലാം തന്നെ നൽകിയതാണ്. അതിനുവേണ്ട അനുമതിയും സർക്കാർ കൊടുത്തിരുന്നു. ഈ ആനന്ദവനം ഭാരതിയുടെ മുഖ്യ കർമ്മിത്വത്തിലാണ് ഈ കുംഭമേള നടക്കുന്നത്. മുമ്പ് അഖാഡമാരും മാതാമൃതാനന്ദമയുമാണ് പരിപാടിയുടെ പ്രധാന സംയോജകർ. തുടർ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മാധ്യമങ്ങളെ കണ്ട് ഇന്നലെ തന്നെ ഇതിന്റെ പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ടായിരുന്നു. കരുതിക്കൂട്ടിയുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിൽ അടക്കം ഉണ്ടാകുമെന്നാണ് സംഘാടകർ പറയുന്നത്.